السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നമുക്ക് നാളെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. അതുപോലെ തന്നെ പറയുന്നതും കേൾക്കുന്നതും ഇഖ്ലാസുള്ളതാകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് എടുക്കാൻ പോകുന്ന വിഷയം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എടുക്കുന്നത് പോലെ തന്നെ മൻഹജുൽ ഹഖ്, മഹാനായ പണ്ഡിതൻ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച മൻഹജുൽ ഹഖ് എന്ന് പറയുന്ന കവിതയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു, വളരെ വിനയമുള്ള വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം വളരെ വിനയമുള്ള വ്യക്തിത്വമായിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇസ്ലാമികപരമായി നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം ഒട്ടുമിക്ക മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ കവിതകളായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഖുർആൻ്റെ തഫ്സീറുണ്ട്, തഫ്സീറു സഅദി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഖവായിദുൽ ഫിഖ്ഹിയ, അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സംഭാവന നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു സംഭവം സാന്ദർഭികമായി പറയാം. അദ്ദേഹം അൽ ഖവായിദുൽ ഫിഖ്ഹിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കവിതയുണ്ട്. അത് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ തുടക്കത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെ എന്താണ്, ധാരാളം ആളുകളുണ്ടാകും അല്ലേ. പൊതുവെ ഒരു ദർസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ധാരാളമായി വരും തുടക്കത്തിൽ. പിന്നീട് എന്തുണ്ടാവും, ആളുകൾ കൊഴിഞ്ഞു പോകും. അദ്ദേഹം ഖവായിദുൽ ഫിഖ്ഹിയ തുടങ്ങിയപ്പോൾ ധാരാളം ആളുകളുണ്ടായിരുന്നു. പിന്നീട് എന്തായി, ആളുകൾ കൊഴിഞ്ഞ് അവസാനം ആ ദർസ് തീരുമ്പോൾ, ഖവായിദുൽ ഫിഖ്ഹിയ ഗ്രന്ഥം തീരുമ്പോൾ അവസാനം ഒരൊറ്റ വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. ആരാണ് അല്ല, അദ്ദേഹം ദർസ് എടുക്കാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. ആരാണത്? അല്ല, അദ്ദേഹം ദർസ് എടുക്കുന്നുണ്ട്, പിന്നെ ദർസിലൊരാൾ. ആരാണ്? ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഹാനായ പണ്ഡിതൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹമാണ് എന്തുള്ളത്, അവസാനം ആ ദർസിനുള്ളത്. ആ ദർസ് തീർന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരാപ്പിൾ എന്ത് ചെയ്തു, സമ്മാനമായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കൊടുത്തു. ഉസ്താദിനെ പോലെ തന്നെ വളരെ വിനയമുള്ള വ്യക്തിത്വമാണ് ആര്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹം ഇത് ലഭിച്ചപ്പോൾ, ഈ ആപ്പിൾ ലഭിച്ചപ്പോൾ, നോക്കണം നമ്മുടെ മുൻഗാമികൾ അവർ ദുനിയാവിന് എത്രയാണ് വില കൊടുത്തത്, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ അവർക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് നോക്കണം. പക്ഷേ ദീനിയായ വിഷയങ്ങളിലോ നമ്മളെപ്പോഴും പറയും അൽ അല്ലാമ ഇബ്നു ഉസൈമീൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദിയോട് ചോദിക്കുകയാണ്, ഇത് പാകം ചെയ്തുകൊണ്ടാണോ ഞാൻ ഭക്ഷിക്കേണ്ടത്, അതല്ല ഇത് പച്ചക്കാണോ തിന്നേണ്ടത്? സുബ്ഹാനല്ലാഹ്, നോക്കൂ, ഒരാപ്പിളിനെ കുറിച്ച് പോലും അവർക്ക് ദുനിയാവിപരമായി നോക്കുമ്പോൾ അത് അറിയില്ല. അത് ആക്ഷേപിക്കപ്പെടേണ്ട കാര്യമാണോ? ഒരിക്കലുമല്ല. മറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ് എന്നാണ്. നോക്കണം, ഇവിടെ രണ്ട് പേരുടെ ഫضل നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തേത് ഒരു ഉസ്താദിൻ്റെ ഫضലാണ്. അഥവാ ആളുകൾ കൂടിയാലും കുറഞ്ഞാലും നമുക്കെന്താകാൻ പാടില്ല, നമുക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഒരാളാണെങ്കിൽ ഒരാൾ, അത് ചെറിയ കുട്ടിയായിരുന്നാൽ പോലും ഒരാളാണെങ്കിൽ ആ ഒരാൾ മതിയാകുന്നതാണ് നമുക്ക്. ആൾബലമോ ആളുകൾ കൂടിയാലോ കുറഞ്ഞാൽ നമുക്കൊരു പ്രയാസവും തോന്നാൻ പാടില്ല. അതാണ് ഒന്നാമത്തേത്. ഉസ്താദിൻ്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീനെ വെച്ച് നോക്കുമ്പോഴോ സബറാണത്. ദീനീപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സബർ നോക്കൂ. അദ്ദേഹം ആ ദർസിൻ്റെ അവസാനം വരെ അദ്ദേഹം മാത്രമാണുള്ളത്. സമാനമായ സംഭവം ഇബ്നു ഉസൈമീനും കാണാൻ സാധിക്കും. അദ്ദേഹം മസ്ജിദ് നബവിയിലെ ഉസ്താദാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നയാളായിരുന്നു റഹിമഹുല്ലാ. അദ്ദേഹം ചില ദർസുകളിൽ പോയാൽ എന്താണ് അവസ്ഥ,
ദറസ് എടുക്കാൻ ഒരാളും ഉണ്ടാവില്ല. ഇതാണ് അവരുടെ ജീവിത കാലഘട്ടം. ദറസ് എടുത്തു കൊടുക്കാൻ ഒരാളും ഉണ്ടാകില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത കാരണം അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹത്തിന് നിശ്ചയിച്ച സമയം എത്രയാണോ അത്രയും എന്ത് ചെയ്യും? അദ്ദേഹം അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ സമയം കഴിയുക ആ സമയത്തെ അദ്ദേഹം എന്ത് ചെയ്യാറുള്ളൂ? തിരിച്ചു പോകാറുള്ളൂ. റഹിമഹുമുല്ലാഹു അജ്മഈൻ. ഇങ്ങനെയായിരുന്നു സലഫുകൾ. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലയുടെ മൻഹജുൽ ഹഖ് എന്ന കവിതയാണ്. ഷെയ്ഖ് റഹിമഹുല്ല ഈ കവിതയിൽ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? അഹ്ലുസുന്നയുടെ അഥവാ സലഫുകളുടെ. ആരാണ് സലഫുകൾ? സഹാബിമാർ, സഹാബിമാർക്ക് ശേഷം വന്ന താബിഈങ്ങൾ, അവർക്ക് ശേഷം വന്ന അത്ബാഉ താബിഈങ്ങൾ. ഇവരുടെ മാർഗം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ ആളുകൾ ആരാണ്? സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അഥവാ ഉത്തമ സമുദായം എന്ന് പറഞ്ഞ ആ സമുദായത്തിൻ്റെ വഴി, അവരുടെ മാർഗം എന്താണെന്നുള്ളതാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൗഹീദുൽ അസ്മാഇ വസിഫാത്താണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷെയ്ഖ് റഹിമഹുല്ല എന്താണ് അതിൻ്റെ മാർഗം, എങ്ങനെയാണ് നമ്മളത് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദർസുകളിലായി സൂചിപ്പിച്ചു. അഥവാ അസ്മാഉ വസിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അത് ഖുർആനിലും സുന്നത്തിലും എങ്ങനെയാണോ വന്നത് അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിശ്വസിക്കാൻ പാടുള്ളൂ. എന്താണോ ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിനെ കുറിച്ച് വന്നത്, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്, ഇത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിശ്വസിക്കാൻ പാടുള്ളൂ. അത് മാത്രമാണ് അള്ളാഹുവിനുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അൽ അലി എന്ന നാമം, അതുപോലെ തന്നെ സമദിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു സമദ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് ഷെയ്ഖ് റഹിമഹുല്ല മറ്റൊരു മനോഹരമായ 2 നാമങ്ങളാണ് ഇവിടെ പറയുന്നത്. ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നു, ഹുവൽ ഹയ്യു വൽ ഖയ്യൂമു ദുൽ ജൂദി വൽ ഗിന വകുല്ലു സിഫാത്തിൽ ഹംദി ലില്ലാഹി തുസ്നദു. ആദ്യം വാക്കർത്ഥം പറയാം. ഹുവ അഥവാ അല്ലാഹു അൽ ഹയ്യു വൽ ഖയ്യൂം. അൽ ഹയ്യും ഖയ്യൂമുമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം വരും. അല്ലാഹു ഹയ്യും ഖയ്യൂമുമാണ്. ദുൽ ജൂദി വൽ ഗിന, അതുപോലെ തന്നെ ഉദാരനാണ്, ധാരാളമായി നൽകുന്നവനാണ്. വൽ ഗിന, അതോടൊപ്പം തന്നെ അവൻ എന്താണ്? ധന്യനാണ്. വകുല്ലു സിഫാത്തിൽ ഹംദി ലില്ലാഹി തുസ്നദു. എല്ലാ സ്തുതികളുടെ കാര്യവും അല്ലെങ്കിൽ എല്ലാ സ്തുതിയുടെ വിശേഷണങ്ങളും ആർക്കാണ് ചേർത്തപ്പെടേണ്ടത്? അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതാണ് അൽ ഹയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെന്നും ജീവിക്കുന്നത് അവനാണ്. പരിപൂർണമായ ഹയാത്തുള്ളത്. പരിപൂർണമായ ഹയാത്തുള്ളത് ആർക്കാണ്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനൊരിക്കലും ഇല്ലായ്മ ഉണ്ടായിട്ടില്ല. അവനൊരിക്കലും ഇല്ലായ്മ ഉണ്ടായിട്ടില്ല. അവനൊരിക്കലും നശിക്കുകയുമില്ല. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ വിഷയത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? കുല്ലുമൻ അലൈഹ ഫാൻ. ഭൂലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? നശിക്കും. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം ബാക്കിയാകുമെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. ഒരു നേരത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ന്യൂനതയും സംഭവിക്കുകയില്ല. അള്ളാഹു പരിപൂർണനാണ്. സൂചിപ്പിച്ചതുപോലെ പരിപൂർണമായ ഹയാത്താണ്, അഥവാ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിപൂർണമായ ഹയാത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അതുപോലെ ഖയ്യൂമുമാണ്. അൽ ഹയ്യു വൽ ഖയ്യൂം എന്ന് പറഞ്ഞല്ലോ. അവൻ ഖയ്യൂമുമാണ്. എന്താണ് ഖയ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാ സൃഷ്ടികളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല ധന്യനുമാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അവൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമാണ്. അവൻ സൃഷ്ടികൾക്ക് എല്ലാവർക്കും എന്ത് നൽകുന്നുണ്ട്? ഉപജീവനം നൽകുന്നുണ്ട്. അത് മുസ്ലിമായാലും കാഫിറായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഉപജീവനം നൽകുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ സൃഷ്ടികളും
അവനിലേക്ക് ആവശ്യക്കാരനാകുന്നു. നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുലേക്ക് എന്താണ്, നമ്മൾ ഓരോ ആളുകളും ആവശ്യക്കാരാണ്. ഏത് വിഷയത്തിലും നമ്മൾക്കൊന്ന് നമ്മുടെ ശരീരം ചലിപ്പിക്കണമെങ്കിൽ പോലും അത് റബ്ബിനോട് നമ്മൾ അതിന് ചോദിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്, എന്താണത് പറയാനുള്ള കാരണം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അള്ളാഹുനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. എന്താണ്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവന് തൂക്കി ഉറക്കമോ എന്തുണ്ടാവുകയില്ല, അവന് സംഭവിക്കുകയില്ല. അങ്ങനെയൊന്ന് അവന് സംഭവിക്കുകയില്ല. സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് നാമങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിൻ്റെ ഈ രണ്ട് നാമങ്ങൾ, ഈ പറഞ്ഞു വെച്ച രണ്ട് നാമങ്ങൾ, ബാക്കിയുള്ള എല്ലാ നാമങ്ങളും ഇതിലേക്കാണ് മടങ്ങുന്നത് എന്ന് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം. അതുപോലെ എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ ദാത്തിയായ വിശേഷണങ്ങളും. എന്താണ് ദാത്തിയായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലുള്ളതായ, ഏതുപോലെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റഹ്മത്ത്, അതുപോലെ തന്നെ മഗ്ഫിറത്ത്, ഇതൊക്കെ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റുമോ? ഇല്ല, മറിച്ച് അത് അള്ളാഹുവിലുള്ളതാണ്. അങ്ങനെയുള്ളതും ഈ രണ്ട് നാമങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട ഫിഅലിയായ വിശേഷണങ്ങളും പ്രവർത്തികളുമായി ബന്ധപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നുസൂൽ, അല്ലെ, അള്ളാഹു ഇറങ്ങി വരും എന്ന് അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്. രാത്രിയുടെ 1/3 ബാക്കി അവശേഷിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അവസാനത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇതുപോലെ ഫിഅലിയായ പ്രവർത്തികളുമുണ്ട്. അതും ഈ രണ്ട് നാമങ്ങളിലേക്കും ഈ രണ്ട് നാമങ്ങളിലേക്ക് ബാക്കിയുള്ള വിശേഷണങ്ങളെല്ലാം വരുന്നുണ്ട് എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. വ്യക്തമല്ലേ? ബറക്കല്ലാഹു ഫീക്കും. മറ്റു ചിലർ പറഞ്ഞു, ഇതാണ് അൽ ഇസ്മുൽ ആളം അഥവാ മഹത്തായ നാമം. ഏറ്റവും മഹത്തായ നാമം ഇത് രണ്ടുമാണ് എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം. അഥവാ എന്തുകൊണ്ടാണ് ഇങ്ങനെ അൽ അസ്മാ ഉൽ ആളം അല്ലെങ്കിൽ അൽ ഇസ്മുൽ ആളം എന്ന് പറയാനുള്ള കാരണം, അഥവാ ഈ നാമങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലഭിക്കും എന്ന് ഉറപ്പുള്ളതാണ്. ഉറപ്പായിട്ടും ഈ രണ്ട് നാമങ്ങൾ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക, അല്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള നാമങ്ങളും വിശേഷണങ്ങൾ അല്ലെങ്കിൽ നാമങ്ങൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അള്ളാഹുവോട് ദുആ ചെയ്യേണ്ടത്. ഒരു ഹദീസിൽ വന്നതായി കാണാം, ഇസ്മുൽ ആളം വെച്ച് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യും, നമുക്ക് ഉറപ്പായും ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞതായി കാണാം. അതിൽ ചില ഉലമാക്കൾ പറഞ്ഞത് എന്താണ്, അൽ ഹൈ വൽ ഖയ്യൂം എന്ന ഈ രണ്ട് നാമങ്ങളാണ് ഇസ്മുൽ ആളം എന്ന് പറഞ്ഞതായി കാണാം. ഈ നാമം ഏത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞതുപോലെ എന്തുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്. പല നാമങ്ങളും പറഞ്ഞതായി കാണാം. അതിലേറ്റവും പ്രബലമായവ 3 ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞതുപോലെ ഏതാണ്, അൽ ഹൈ വൽ ഖയ്യൂം. ഈ രണ്ട് നാമങ്ങൾ ഇത് വെച്ച് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഉത്തരം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നാമം ഇതാണ്. രണ്ടാമത്തേത് ഏതാണ്, അള്ളാഹ് എന്നുള്ള നാമം. അള്ളാഹു എന്നുള്ള നാമം ഇപ്പം നമ്മൾ ദുആ ചെയ്യുമ്പോൾ യാ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യാ അള്ളാഹ് ഗഫിർലി, യാ അള്ളാഹ് ഇർഹംനി എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് ഉറപ്പായി ലഭിക്കും, ദുനിയാവിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും. മൂന്നാമത്തേത് റബ്ബ് എന്ന നാമമാണ്. ഏത് നബിമാരുടെ പ്രാർത്ഥന എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, യാ റബ്ബ് എന്ന് കാണാൻ സാധിക്കും. ഉദാഹരണം ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അഹ്സൻത്. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ, ആ പ്രാർത്ഥന. വേറെ ഏതാണ്? അഹ്സൻത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്ത്. വേറെ ഏതാണ്? ഏതാ കേൾക്കുന്നില്ല? അഹ്സൻത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത. എന്തായിരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന? റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ
റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഇങ്ങനെ ഏത് നബിമാരുടെ പ്രാർത്ഥന എടുത്തു നോക്കിയാൽ എന്ത് കാണാൻ സാധിക്കും? റബ്ബ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാരിൽ മറ്റു ചിലർ പറഞ്ഞു അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും എന്താണ്? അലിസ്മുൽ ആലമാണെന്ന് പറഞ്ഞതായി കാണാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മുസ്ലിം അവൻ്റെ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഉൾക്കൊള്ളിക്കണം. അങ്ങനെയെങ്കിൽ എന്തായി? നമുക്ക് ഉത്തരം ലഭിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി എല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല എങ്കിലും ഈ 3 നാമങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ദുആയിൽ കൊണ്ടുവരാൻ നോക്കണം. യാ ഹയ്യു യാ ഖയ്യൂം, യാ റബ്ബന, അല്ലെങ്കിൽ യാ റബ്ബി, അതുപോലെ തന്നെ യാ അള്ളാഹ് എന്ന് എന്ത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം? ദുആയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കണം. കാരണം സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ആരാണ് അള്ളാഹുവിൻ്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു തന്നാലല്ലാതെ നമുക്ക് ആർക്കാണ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക? ഒരാൾക്കുമില്ല. അതിനാൽ തന്നെ നമ്മൾ അള്ളാഹുലേക്ക്, സൂചിപ്പിച്ചതുപോലെ അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ശൈഖ് റഹിമഹുല്ല പറഞ്ഞ കാര്യം എന്തായിരുന്നു? ദുൽ ജൂദി വൽ ഗിന. റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണ്? ഉദാരനാണ്, ധാരാളമായി നൽകുന്നവനാണ്. അതോടൊപ്പം തന്നെ അവനെന്താണ്? ധന്യനാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ശൈഖിൻ്റെ ആ പ്രയോഗം നോക്കൂ. ദുൽ ജൂദി വൽ ഗിന. അവൻ ഉദാരനാണ്, അതുപോലെ തന്നെ എന്തുമാണ്? ധന്യനുമാണ്. അഥവാ അവൻ്റെ ഉദാരതയ്ക്ക് എന്തില്ല? അറ്റമില്ല. ഭൂലോകത്ത് എന്തൊക്കെ തന്നെയുണ്ടോ അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാൽ മൂടപ്പെട്ടതാണ്. ഏത് കാര്യങ്ങളായാലും, ഏത് കാര്യം ഈ ദുനിയാവിലുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാൽ മൂടപ്പെട്ടതാകുന്നു. മാത്രവുമല്ല അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല. നോക്കൂ, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക? ഇന്ന് രാവിലെ മുതൽ ഇതാ ഈ സമയം വരെ എടുത്തു നോക്കുക. എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ഉള്ളത്, അല്ലെങ്കിൽ അള്ളാഹു നൽകിയത്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ശരീരത്തിനൊരു പ്രയാസവും ഇല്ല. നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടുകാരെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ എന്ത് ചെയ്യാൻ സാധിച്ചു? ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. നമ്മുടെ മുറികളാകട്ടെ ശീതീകരിച്ചതാണ്, അതല്ലെങ്കിൽ ഫാനുണ്ട്. ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇരിക്കുന്നത് വരെ അത് ഏറ്റവും വലിയ നിഅമത്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നിഅമത്താണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെ വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ക്ലിപ്തപ്പെടുത്താൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അവൻ ഉദാരനായിരിക്കെ തന്നെ ഉദാരത ഇഷ്ടപ്പെടുന്നവൻ കൂടിയാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ ചില സിഫാത്തുകൾ അതവൻ്റെ അടിമകളിൽ ഉണ്ടാകുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ജവാദ്. തീർച്ചയായും അള്ളാഹു എന്താണ്? ജവാദാണ്, ഉദാരതനാണ്, അല്ലെങ്കിൽ ഉദാരനാണ്. യുഹിബ്ബുൽ ജൂദ. അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്? ഉദാരതയെ ഇഷ്ടപ്പെടുന്നുണ്ട്. വ യുഹിബ്ബു മആലിയൽ അഖ്ലാഖ്. അതുപോലെ തന്നെ ഉന്നതമായ സ്വഭാവവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. വ യുബ്ഗിളു സഫ്സാഫഹ. അതുപോലെ തന്നെ തരംതാണ സ്വഭാവത്തെ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരു മുസ്ലിം അവൻ ഉദാരനായിരിക്കണം. ഒരിക്കലും എന്താകാൻ പാടില്ല? പിശുക്കനാകാൻ പാടില്ല. അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യണം? ചിലവഴിക്കണം. കാരണം സഹോദരങ്ങളെ, ചില ഹദീസുകളിൽ വന്നതായി കാണാം, സ്വതക്ക ഒരിക്കലും എന്ത് ചെയ്യില്ല? നമ്മളെ സമ്പത്തിനെ കുറക്കുകയില്ല, അത് വർദ്ധിപ്പിച്ചു തരികയാണ്. ഖുർആൻ ആയത്തുകൾ നമുക്കറിയുന്നതാണ്. നിങ്ങൾ ചിലവഴിച്ചാൽ അള്ളാഹു ഇരട്ടിയായി നൽകുമെന്നുള്ളത്. മാത്രമല്ല മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ്. ആർക്ക്? ചിലവഴിക്കുന്ന ആളുകൾക്ക്, അല്ലേ? ഒരു ഹദീസിൽ വന്നതുപോലെ അള്ളാഹുവെ ചിലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമെന്ന് ആരാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ. അള്ളാഹുവിനെ ധിക്കരിക്കാത്ത, അള്ളാഹു കൽപ്പിക്കുന്ന കാര്യം അത് മുറപ്രകാരം ചെയ്യുന്ന മലായിക്കത്തുകളുടെ ദുആ ലഭിക്കുന്ന ആളുകളാണ് ആര്? ചെലവഴിക്കുന്ന ആളുകൾ. അള്ളാഹു പറയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ
നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു ഉന്നതമായ സ്വഭാവങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നല്ല നല്ല സ്വഭാവങ്ങൾ എന്ത് ചെയ്യുകയാണ്? മോശമായ ഇരട്ടപ്പേരിട്ടുകൊണ്ട് ആളുകൾ കാണുകയാണ്, അല്ലേ? ഇപ്പോൾ പ്രായമായവരെ ബഹുമാനിക്കുക എന്നുള്ളത് സുബ്ഹാനല്ലാഹ് നമുക്ക് കാണാൻ സാധിക്കും. ചില ചെറിയ കുട്ടികൾ പ്രായമായ ആളുകളെ പോലും എന്ത് ചെയ്യുകയാണ്? ഒരു ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുകയാണ്. പൊതുവെ പണ്ട് കാലത്തൊക്കെ പ്രായമായ ആളുകളെ കാണുമ്പോൾ ബഹുമാന സൂചകമായി അവരിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല. സുബ്ഹാനല്ലാഹ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ചെറിയ കുട്ടികൾ കൂടെയുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലെയാണ് ആരോട് സംസാരിക്കുന്നത്? പ്രായമായ ആളുകളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? നമ്മിൽപ്പെട്ടവനല്ല. ആരാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് നമ്മിൽപ്പെട്ടവനല്ല. ആര്? കുട്ടികളോട് കരുണ കാണിക്കാത്തവനും മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. നേരെ തിരിച്ചും ഇങ്ങനെ തന്നെ ചില ആളുകൾ ചെറിയ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുക? എങ്ങനെയാണ്? പ്രത്യേകിച്ച് മക്കളുടെ വിഷയത്തിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ മക്കളാണ് എന്ന് കരുതി അവരോട് അനീതി കാണിക്കാൻ നമുക്ക് ഒരാൾക്കും തന്നെ എന്ത് ചെയ്തിട്ടില്ല? അനുമതി തന്നിട്ടില്ല. നമ്മളോട് നാളെ ചോദിക്കും, നിനക്ക് ഞാൻ കുട്ടികളെ നൽകി. അത് കിട്ടാത്ത ആളുകളുണ്ട്, കുട്ടികൾ ലഭിക്കാത്ത ആളുകളുണ്ട്. ലഭിച്ച നമ്മളോട് അള്ളാഹു നാളെ ചോദിക്കുമെന്നാണ്. നിനക്ക് ഞാൻ മക്കളെ നൽകി, നീ എന്താണ് അവരെ പഠിപ്പിച്ചത്? നീ എന്താണ് അവരെ കൊണ്ട് ചെയ്തത് എന്ന് ചോദ്യം അള്ളാഹു നമ്മോട് ചോദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൽസ്വഭാവം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം സൽസ്വഭാവം അത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ അതുണ്ടാക്കിയെടുത്താൽ എന്തായിരിക്കും? നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. നല്ല സ്വഭാവങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ മാത്രവുമല്ല സഹോദരങ്ങളെ, നമ്മൾ അതിന് ഉടമകളായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനമാണ്. കാരണം എന്താണ്? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നന്മകളും, നമ്മുടെ സഹോദരന് നന്മ ആഗ്രഹിക്കുക, അവരോട് അസൂയ വെച്ച് പുലർത്താതിരിക്കുക, അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. ഇങ്ങനെ ഒരാളുടെ മനസ്സായി കഴിഞ്ഞാൽ അവൻ ദുനിയാവിലെ രാജാവാണ്. അവൻ്റെ കയ്യിൽ സമ്പത്തില്ല എങ്കിലും ആളുകൾക്ക് നന്മ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീട് ദുനിയാവിലെ സ്വർഗത്തിലാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു മുസ്ലിം അതിയായി പരിശ്രമിക്കണം സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കുക, അല്ലേ? ചില ആളുകൾ പറയും എൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്, അതൊരു ഫഖറായിട്ടാണ് പറയുന്നത്. നമുക്ക് അവരോട് തിരിച്ചു പറയാനുള്ളത് എന്താണ്? ഇത് നിൻ്റെ ഐബാണ്, ന്യൂനതയാണ് എന്നാണ് നമുക്ക് തിരിച്ചു പറയാനുള്ളത്, അല്ലേ? ചില ആളുകൾ ചോദിച്ചാൽ എന്താ പറയുക? എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ ഈ ഒരു പ്രകൃതക്കാരനാണ്, അത് മാറ്റണം എന്നാണ് അള്ളാഹ് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത്. നേരെ നീ തിരിച്ചെന്താ പറയുന്നത്? ഞാൻ ഇങ്ങനെയാണെന്ന്. അതൊരു ഫഖറായി പറയേണ്ട കാര്യമാണ്, നിൻ്റെ ന്യൂനതയാണ്. അള്ളാഹിൻ്റെ റസൂലും നിൻ്റെ മുന്നിൽ വന്ന് പറയാണ് എന്താണ്? നീ നിൻ്റെ സ്വഭാവം മാറ്റണം എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുന്ന മറുപടി ഇതായിരിക്കും? നമ്മൾ ഒരിക്കലും അല്ല. നമ്മൾ ഏതൊരു ഹദീസ് കേട്ടാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ മുന്നിൽ വന്നുകൊണ്ട് പറയുന്നത് അള്ളാഹിൻ്റെ റസൂലാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും ഇൻഷാ അല്ലാഹ്, നമ്മൾ സത്യസന്ധന്മാരാണെങ്കിൽ. കാരണം ഇത് പറയുന്നത് പള്ളിയിലെ ഖത്തീബോ അല്ലെങ്കിൽ ദർസ് എടുക്കാൻ വരുന്ന ആളോ അല്ല. അവരൊക്കെ എന്താണ്? അത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. അള്ളാഹിൻ്റെ റസൂൽ വന്നുകൊണ്ട് നമ്മളോട് പറയാണിതാ, അല്ലേ? അള്ളാഹിൻ്റെ റസൂൽ വന്നിട്ട് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഔസിനി, അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? ഒരു വസിയത്ത് നൽകണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ കൊടുത്ത മറുപടി എന്താ? ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും ചോദിച്ചു, ഫറദ്ദദ മിറാർ എന്നാണ്, ആവർത്തിച്ച് ചോദിച്ചപ്പോൾ റസൂൽ കൊടുത്ത മറുപടി എന്താ? ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നാണ്. നോക്ക്, അള്ളാഹിൻ്റെ റസൂൽ കൊടുത്ത വസിയത്ത് അത് സഹാബികൾക്കാണെങ്കിലും അതാർക്ക് കൂടി ബാധകമാണ്? നമുക്ക് കൂടി ബാധകമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ വന്നതായി കാണാം, ലാ തഗ്ളബ് വലക്കൽ ജന്ന. നോക്കൂ സഹോദരങ്ങളെ, നീ കോപിക്കരുത്, പകരം എന്താ എനിക്ക് ലഭിക്കുക? വലക്കൽ ജന്ന, നിനക്ക് സ്വർഗമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ തരംതാണ സ്വഭാവം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇനി എന്താണ് നമുക്കിതിൽ മാറാൻ? ഇനി എന്താണ് മടി? അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ത്? തരംതാണ സ്വഭാവം. ഇനിയും നമുക്ക് മാറ്റമില്ല എങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, അവൻ എന്ത് ചെയ്യുക? സ്വന്തത്തെ തന്നെ പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയുന്നു. ഇനി അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു ജവാദാണ്. എന്നാൽ അവൻ്റെ ഉദാരത കാരണത്താൽ ഒരിക്കലും അവൻ്റെ ധന്യത അത് കുറഞ്ഞു പോവുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ
എന്താണ്, അവനെപ്പറ്റി നമ്മൾ ധാരാളമായി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവനിലേക്ക് നമ്മൾ അടുക്കും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത്, ആരാണോ അള്ളാഹുവിൻ്റെ അസ്മാവും സിഫാത്തും വെച്ച് അതുപോലെ തന്നെ അവൻ്റെ പ്രവൃത്തികളും പഠിക്കുന്നത്, അഹബ്ബഹു, അള്ളാഹുവെ അവൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവെ അവൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ലാ മഹാല, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതായി കാണാം. അവൻ്റെ ആധിപത്യത്തിൽ നിന്നൊന്നും കുറയാനില്ല. അള്ളാഹു പറഞ്ഞതുപോലെ വറബ്ബുക്കൽ ഗനിയ്യു ദുർ റഹ്മ, നിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ളവനാണ്? അൽ ഗനി, പരാശ്രയമുക്തനാണ്. ദുർ റഹ്മ, അതുപോലെ തന്നെ അവനെന്താണ്? റഹ്മത്തിന് അല്ലെങ്കിൽ റഹ്മത്തുള്ളവനാണ് എന്ന് അള്ളാഹു പറഞ്ഞതായി കാണാം. അവൻ്റെ കരങ്ങളിലാണ് ഭൂമിയുടെയും ആകാശത്തിലുള്ളതിൻ്റെയും ഒക്കെ ഖജനാവുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ അടിമകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, അല്ല അവൻ്റെ അടിമകളോട് പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവോടാണല്ലേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ ആരോടാണ് ചോദിക്കേണ്ടത്? അള്ളാഹുവോട് മാത്രമാണ്. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ഇസ്തിആനത്ത് സഹായാഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ ആരോടാണത് ചോദിക്കേണ്ടത്? അള്ളാഹുവോട് മാത്രമാണ് എന്ന് പറഞ്ഞത്. അടിമകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അവനോട് ചോദിക്കുന്നവരെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന് അടിമകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരായാണ്? അള്ളാഹുവോട് ചോദിക്കുന്നവരെയാണ്. അല്ല, ഒരു ഹദീസിൽ വന്നതുപോലെ മല്ലം യസ്അലില്ലാ യഗ്ളബ അലൈ, ആരാണോ അള്ളാഹുവോട് ചോദിക്കാത്തത്, അള്ളാഹു അവനോട് കോപിക്കുമെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മാത്രവുമല്ല, ആ ചോദ്യം, അള്ളാഹുവോടുള്ള പ്രാർത്ഥന, അത് ആരാധനയുമാക്കി മാറ്റി. ഇനി നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ചോദിച്ച കാര്യം എന്താണത്? ഇബാദത്താണ്. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ത്? നമ്മൾ റബ്ബിനോട് ചോദിക്കുക എന്നുള്ളത്. പല ആളുകളും ഒരുപക്ഷെ മറന്നു പോകുന്നതായിരിക്കാം അത്. അല്ലെ, ചില ആളുകൾ പറയുന്നതായി കാണാം, ഞാൻ ധാരാളം പ്രാർത്ഥിച്ചു പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് കരുതിയാൽ ആർക്കാണ് നഷ്ടം? കാരണം ഈ ചോദിക്കുക എന്നുള്ള എന്താണ്? അത് ഇബാദത്താണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഇതെന്താണ്? അള്ളാഹുവിൻ്റെ പരിപൂർണതയാണ് അറിയിക്കുന്നത്. കാരണം മനുഷ്യരുടെ ന്യൂനതയിൽപ്പെട്ട കാര്യമാണ് എന്ത്? നീ ഒരു കാര്യം ഒരു മനുഷ്യനോട്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം അതായിരിക്കും. നമ്മളൊരു ഷോപ്പിൽ പണിയെടുക്കുകയാണ്. നമ്മളെ മുതലാളിയോട് പോയിട്ട് ആദ്യം എന്ത് ചെയ്യാണ്? നമ്മളൊരു 200 രൂപ ഇന്ന് തരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദിവസം എന്ത് ചെയ്യും? പുഞ്ചിരിയോടെ തരുമായിരിക്കും. രണ്ടാമത്തെ ദിവസം നമ്മൾ പോയി ചോദിക്കുകയാണ്, ഒരു 200 രൂപ തരണം. മാസ ശമ്പളം ലഭിക്കുന്ന ആളാണ്, ദിവസം പോയി ചോദിക്കുകയാണ് 200 രൂപ തരണം. അപ്പം മുഖത്തിൻ്റെ ഭാവത്തിന് എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും കൊടുക്കുമ്പോൾ. മൂന്നാമത് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് തരൂല എന്നാര് പറയും? മനുഷ്യന്മാരുടെ ന്യൂനതയിൽപ്പെട്ടതാണത്, അല്ലേ? നാം വലിയ എന്തോ ആണെന്ന് പറയുന്ന ആളുകൾ ഈ ഒരു കാര്യം ചിന്തിക്കുക. പക്ഷേ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് തരികയും ചെയ്യും. ആ ചോദ്യം അള്ളാഹുവിന് ഇഷ്ടമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങൾ, അതുകൊണ്ട് ധാരാളമായി എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവോട് ആവർത്തിച്ച് ചോദിക്കുന്നവൻ അവനോട് അടുക്കുന്നവനാണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം? അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. മനോഹരമായ ഒരു ഹദീസ്, നമ്മൾ അള്ളാഹുവോട് ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള ഹദീസുകൾക്ക് പറയുന്ന പേരെന്താണ്? എന്താണ്? അഹ്സൻത്, അൽ ഹദീസുൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസ് എന്നാണ് സഹോദരങ്ങളെ. ഹദീസ് അള്ളാഹു പറയുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ. നോക്കൂ, അള്ളാഹിൻ്റെ വിളി നോക്കൂ, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു ഈ ഹദീസ് തുടങ്ങുന്നത് തന്നെ. എന്താണ് പറയുന്നത്? ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു. എന്താണ് പറയുന്നത്? ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ സ്വന്തത്തിന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ദുൽമ്, അക്രമം ഹറാമാക്കിയിട്ടുണ്ട്. വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു, നിങ്ങൾക്കിടയിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അക്രമം
ഹറാമാക്കിയിട്ടുണ്ട്. ഫലാ തദാലമു, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ദുൽമ് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് വീണ്ടും വിളിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളെല്ലാവരും എന്താണ്? ളാല്ലാണ്, അഥവാ വഴിപിഴച്ച ആളുകളാണ്. ഇല്ലാ മൻ ഹദൈതു, ഞാൻ ഹിദായത്തിലാക്കിയവർ ഒഴികെ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിന് ചോദിക്കണം, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകാം? ഹിദായത്ത് നൽകാം. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, ഒരാളുടെ സമ്പത്ത് കൊണ്ടോ ഒരാളുടെ തറവാടിത്തം കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ മേന്മ കൊണ്ടോ ലഭിക്കുന്നതല്ല ഹിദായത്ത്, മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യം അതൊന്നു മാത്രമാണ് എന്ന് നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ നടക്കാൻ സാധിക്കും? ദുനിയാവിൽ ഏറ്റവും വിനയമുള്ളവനായി നടക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് കിബറുണ്ടാകുന്നത്? ഞാനാണിതുണ്ടാക്കിയത് അല്ലേ? ഫിർഔൻ എന്താ പറഞ്ഞത്? ഞാനാണ്. അതുപോലെ ഖാറൂൻ ഞാനാണ്. ഈ അനാനിയത്ത് എന്നുള്ളത്, ഞാൻ എന്നുള്ളത് ഒരാളുടെ സംസാരത്തിൽ ധാരാളമായി അന അറബികൾ പറയാറുള്ളതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അവനെ സൂക്ഷിക്കണം എന്നാണ്. ഒരാളുടെ ബറക്കത്തിൽപ്പെട്ട കാര്യമാണെന്ത്? ഏത് കാര്യവും റബ്ബിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത്. നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. നിങ്ങൾ അറബി നാട്ടിൽ ജീവിച്ച ആളുകളുണ്ടെങ്കിൽ അത് ബാഹ്യമായി നമുക്ക് കാണാൻ സാധിക്കും. അവർ സംസാരിക്കുമ്പോൾ അധിക കാര്യങ്ങളും എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അള്ളാഹു ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്നോട് ഹിദായത്തിന് വേണ്ടി ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, എന്താണ്? യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതു ഫസ്തദ്ഇമൂനി ഉത്ഇമുക്കും, നിങ്ങളെല്ലാവരും വിശക്കുന്ന ആളുകളാണ്, നിങ്ങളെല്ലാ ആളുകളും വിശപ്പുള്ളവരാണ്, ഞാൻ ഭക്ഷിപ്പിച്ചവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോടെന്ത് ചെയ്യണം? താമിനു വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം എന്ന് അള്ളാഹു പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ അൽഹംദുലില്ലാ രാവിലത്തെ ഭക്ഷണം കഴിച്ചു, ഉച്ചക്കത്തേത് കഴിച്ചു, ഇനി ഇൻഷാ അല്ലാഹ് വീട്ടിലേക്ക് മടങ്ങിയാൽ രാത്രിത്തെ ഭക്ഷണം എന്താണ്? അവിടെ റെഡിയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാത്ത ആളുകൾ ഉണ്ട്. അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഫിലസ്തീനിലെ സഹോദരന്മാർ, അവർക്ക് ഭക്ഷണം അത് ലഭിക്കാനില്ല. അവർക്ക് വെള്ളം പോലും ശുദ്ധമായ വെള്ളമല്ല ലഭിക്കുന്നത്, മറിച്ച് ചളിയും അതുപോലെ തന്നെ എന്താണ് പല മാലിന്യങ്ങളുമുള്ള വെള്ളമാണ് അവർക്ക് ജീവൻ പോകാതിരിക്കാൻ അവർ കുടിക്കുന്നത്. നമ്മുടെ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പണ്ട് കാലത്ത് ഇതുപോലെ നമുക്ക് സുതാര്യമായി ഭക്ഷണം ലഭിച്ചിരുന്നില്ല. ഇന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ എന്താണ്? വ്യാപകമായി ലഭിക്കുകയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. പ്രായമായ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഉമ്മയൊക്കെ പറയുന്നതായി കാണാം, ഹഫിളഹല്ലാഹ്. അവരുടെ ചെറിയ കാലഘട്ടത്തിൽ ഒരു നേരം മാത്രമായിരിക്കും ഭക്ഷണം, ഒരൊറ്റ നേരം. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ഉമ്മാമ നടുക്ക് ഇരിക്കുക, എൻ്റെ വീട്ടിലെ കഥ പറയാനല്ല, ഒരു ഫായദ ഉണ്ടെന്ന നിലക്ക് പറയാണ്. അവർ നടുക്കിരുന്നു കൊണ്ട് ഓരോ ആളുകൾക്ക് ഓരോ ഉരുള വെച്ചു കൊടുക്കുന്നതാണ്. 5-6 മക്കളുണ്ട്. ഓരോ ആളുകൾക്കും എന്ത് ചെയ്യും? ഓരോ ഉരുള ഭക്ഷണം കൊടുക്കും. ആ ഓരോ ഉരുള കൊടുക്കുമ്പോഴും വിശപ്പുകൊണ്ടാണ്. ഉമ്മ കരുതാറുണ്ടെന്നാണ്, ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ മറന്നിരുന്നെങ്കിൽ എന്ന്. കാരണം എന്താണ്? അവർക്ക് മറന്നു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഉരുള ലഭിക്കുമല്ലോ എന്നുള്ള ആ ഒരു കാരണത്താൽ. നോക്കൂ സഹോദരങ്ങൾ, ഇങ്ങനെ ഈ നമ്മളെ പ്രായമായ ആളുകൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ കാലഘട്ടം എങ്ങനെയാണ്? അൽഹംദുലില്ലാ നമുക്കെന്താണ്? ഭക്ഷണം നന്നായി ലഭിക്കുകയാണ്. അതുകൊണ്ട് സഹാബിമാരിൽ ചിലർ, അവർക്ക് ധാരാളം ഭക്ഷണം മുന്നിൽ ലഭിച്ചപ്പോൾ അവരെന്ത് ചെയ്യാണ്? പൊട്ടിക്കരയുകയാണ്. കാരണം പല സഹാബിമാർക്കും കഫൻ പുടവ പോലും നേരാവണ്ണം ലഭിക്കാതെ അവർ ദുനിയാവിൽ നിന്ന് യാത്രയായ ആളുകളുണ്ട്. അവരുടെ തല മറക്കുമ്പോൾ കാലെന്ത് ചെയ്യാണ്? പുറത്തേക്ക് വെളിവാകുകയാണ്. അതുപോലെ നേരെ ഓപ്പോസിറ്റ്, ഇങ്ങനെ മറക്കുമ്പോൾ തല പുറത്തു വരും അല്ലെങ്കിൽ കാല് പുറത്തു വരുന്ന അവസ്ഥയാണ്. അവസാനം ഈ ദഖീർ എന്ന് പറയുന്ന ഒരു ചെടി വെച്ചുകൊണ്ട് മറമാടിയ സഹാബിമാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം എന്താണ്? വളരെ വലുതാണ്. അതുകൊണ്ട് ദുനിയാവിൽ നമുക്ക് കുറച്ച് പ്രയാസമുണ്ടായാലും ആഖിറത്തിലേക്ക് നമുക്ക് വലിയ വലിയ ഉന്നതമായ പദവി ലഭിക്കുകയാണെങ്കിൽ
നമുക്കത് തന്നെ മതിയായതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെ നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ശുക്റുള്ള ആളുകളാകണം. ല ഇൻ ശകർത്തും ല അസീദന്നക്കും. എന്താണ്? നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. വീണ്ടും അള്ളാഹു പറയുകയാണ്, യാ ഇബാദി കുല്ലുക്കും ആരിൻ. യാ ഇബാദി, എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും എന്താണ്? നഗ്നരാണ്. നിങ്ങളെല്ലാവരും നഗ്നരാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇല്ലാ മൻ കസൗതു, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ. ഫസ്തക്സൂനി അക്സുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് വസ്ത്രത്തിന് വേണ്ടി ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം. നോക്കൂ സഹോദരങ്ങളെ, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഹിസ്സിയായതും മാനവിയായതും. ഹിസ്സിയായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ധരിച്ചത് ഈ വസ്ത്രം നമുക്കില്ല എങ്കിൽ നമ്മളെ പല ന്യൂനതകളും ഔറത്തും എന്താകും? വെളിവാകും. മാനവി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ പാപങ്ങൾ മറക്കാൻ, അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാൻ അനിവാര്യമായ കാര്യമാണ്. നോക്കൂ, നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഇവിടെ മുഴുവനായി അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരാൾക്ക് പോലും ഈ മസ്ജിദിലേക്ക് വരാൻ സാധിക്കുകയില്ല, അല്ലേ? നമ്മൾ ചെയ്തു വെച്ച പാപങ്ങളെങ്ങാനും അള്ളാഹുവിൻ്റെ മനോഹരമായ മറയില്ല എങ്കിൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ പോലും സാധിക്കുകയില്ല, അല്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന് വിനയം കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതാണെന്ത്? നഹ്നു ഖൗമുൻ മസാക്കീൻ, നമ്മളെന്താണ്? മസാക്കീനായ പാവപ്പെട്ട ഒരു സമുദായമാണ്. ലൗല സിത്തുറുല്ലാ, അള്ളാഹുവിൻ്റെ മറയില്ലായിരുന്നെങ്കിൽ നമ്മൾ വഷളായി പോയേനെ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നമ്മൾ വസ്ത്രത്തിന് ചോദിക്കണം. ആരോട്? അള്ളാഹുവോട്. അള്ളാഹു വീണ്ടും പറയുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാത്രികളിലും പകലുകളിലും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ധാരാളമായി പാപങ്ങൾ ചെയ്യുകയാണ്. ഇത് അള്ളാഹു നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അള്ളാഹ് പറയാണ്, നിങ്ങൾ രാത്രിയും പകലും തിന്മ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് വരണ്ട എന്നല്ല. നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാണ്, വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾ എന്നോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, സമാനമായ ഖുർആൻ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്താണ്? സ്വന്തത്തോട് തന്നെ ധാരാളമായി പാപങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിമകളോട് നോക്കണം. ഖവാരിജികൾക്ക്, അഥവാ പാപങ്ങൾ ചെയ്താൽ, വൻപാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ ആളുകളാണ് ആര്? ഖവാരിജികൾ എന്ന് പറയുന്ന പിഴച്ച കക്ഷികൾ. അവർ പറഞ്ഞ കാര്യം എന്താണ്? വൻപാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞു. അവർക്കുള്ള മറുപടിയാണെന്ത്? ഇത് അള്ളാഹ് എന്താണ് വിളിച്ചത്? യാ ഇബാദി, എൻ്റെ അടിമകളെ എന്നാണ്. എൻ്റെ അടിമകളെ, മനസ്സിലായില്ലേ? മാത്രമല്ല മറ്റൊരു ഹദീസിൽ വന്നതായി കാണാം, ആരാണോ എന്നെ ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ കണ്ടുമുട്ടുന്നത് അവന് ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായി കാണാം. അപ്പോൾ മുസ്ലിമിനല്ലാത്ത ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിരാശനാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഇതാണ് ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്. ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണ്? ഈ പറഞ്ഞു വെച്ച സൂറത്തു സുമറിലല്ലേ? സൂറത്തു സുമറിലെ ഈ ആയത്താണ് എന്ന് പറയുന്നതായി കാണാം. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, അള്ളാഹ് പറയാണ്, നിങ്ങൾ എന്നോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്തു നൽകാം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നക്കും ലൻ തബ്ലഗു ദുർരി അല്ലെങ്കിൽ ലദ്രി ഫതളുറൂനി, നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? ഒരു ലൊറും നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു പറയുകയാണ്. വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി, നിങ്ങൾക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാനും സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു പറയുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നകസ ദാലിക മിൻ മുൽക്കി ഷൈഅ, നിങ്ങളുടെ കൂട്ടത്തിലെ ജിന്നും ഇൻസും, ആദ്യമുള്ളയാളും അവസാനമുള്ളയാളും
എല്ലാ ആളുകളും ഏറ്റവും വൃത്തികെട്ട ഒരുവൻ്റെ ഹൃദയമുള്ളവരായാലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും കുറയാനില്ല. നേരെ തിരിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണത്? യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക മിൻ മുൽക്കി ഷൈഅ. എല്ലാവരും ഏറ്റവും നല്ല ഹൃദയമുള്ള ഒരാളെ പോലെയായി. അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് എന്തെങ്കിലും കൂടാനുണ്ടോ? ഒന്നും കൂടാനില്ല. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാഹു പറയുകയാണ്, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി. നിങ്ങളിൽപ്പെട്ട ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും ഇൻസിലും അതുപോലെ തന്നെ ജിന്നിലും പെട്ട എല്ലാ ആളുകളും ഒരു പ്രതലത്തിൽ ഒരുമിച്ച് കൂടുകയും അവരെല്ലാവരും എന്നോട് പല ആവശ്യങ്ങളും ചോദിക്കുകയാണ്. ദുനിയാവിലെല്ലാം ലഭിക്കണമെന്ന് എല്ലാ ആളുകളും ചോദിക്കുകയാണ്. എല്ലാ ആളുകളും ചോദിക്കുകയാണ്. എങ്കിൽ മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യത്ത് ഇദാ ഉദ്ഖിലൽ ബഹർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എന്നിൽ നിന്ന് എങ്ങനെയാണ് കുറയുക? ഏത് കുറയുന്നത് പോലെയാണ് കുറയുക? നമ്മൾ ഒരു മുട്ടുസൂചി അല്ലെങ്കിൽ ഒരു സൂചിയെടുത്ത് കടലിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ ആ സൂചി പുറത്തേക്ക് എടുത്താൽ എന്താണ് ഉണ്ടാവുക? അതുപോലെയാണ് കുറയുക എന്ന്. പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എന്തെങ്കിലും പോവോ? നമ്മൾ സൂചി എന്ന് പറയുന്ന സ്പൂൺ പോലത്തെ സാധനമാണോ? ഒന്നും കുറയുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. നോക്കൂ സഹോദരങ്ങൾ, എത്ര മനോഹരമായ ഹദീസാണ്. ഇവിടെ ഒരു ഇത് അവസാനം പറഞ്ഞാൽ മതിയോ? ഇപ്പോഴാ ഒരു ചോദ്യമുള്ളത്, ഇങ്ങനെയുള്ള റബ്ബിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരുടെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വരികയാണ്. ഇങ്ങനെയുള്ള റബ്ബിലേക്ക് അള്ളാഹ് എന്താണ് പറയുന്നത് ഈ ഹദീസിൽ മുഴുവനായിട്ട്? അള്ളാഹ് പറഞ്ഞ കാര്യം എന്താണ്? നോക്കൂ സഹോദരങ്ങളെ, എത്ര കാര്യങ്ങളാണ്, എത്ര ഹദീസുകളാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഇതുവരെ കഴിഞ്ഞ ദർസിൽ ഇതിലേതെങ്കിലും ഒന്നിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. സാധാരണക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും ഹദീസുകൾ നമ്മൾ കേട്ടു. ഇതിലേതെങ്കിലും ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നിങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കുമോ? നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇവിടെ നോക്ക്, എത്ര കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നൽകാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله
പറഞ്ഞു വന്നത്, നമ്മൾ ഇത്രയും കേട്ട ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണ്? എന്നോട് ചോദിക്കുക ഞാൻ നൽകാം, എന്നോട് ചോദിക്കുക ഞാൻ നൽകാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സഹാബിമാർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ഹദീസിൽ, ഏതെങ്കിലും ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങൾ എന്നോട് ചോദിക്കണം. മരിച്ചതിന് ശേഷമാണ്. ഇത് ആളുകൾ സാധാരണക്കാരെ കുഴപ്പത്തിലാക്കാൻ, ഫസാദിലാക്കാൻ എന്ത് ചെയ്യും? ഇതാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്ന് ഇന്ന സഹാബിമാർ ഇന്നത് ചോദിച്ചില്ലേ? നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് ചെയ്യുന്നത്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവോടാണ്. മാത്രമല്ല പല യുദ്ധങ്ങളിലും സഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. ശ്രദ്ധിക്കണം, യുദ്ധത്തിൽ റസൂൽ ഉണ്ടാവുകയില്ല, റസൂൽ മദീനയിലായിരിക്കും, സഹാബിമാർ യുദ്ധമുഖത്തായിരിക്കും. സഹാബിമാർ ചെയ്യുന്ന കാര്യം എന്താണ്? അല്ലാഹുമ്മ അഖ്ബിർ, അള്ളാഹുവെ അറിയിക്കണേ. ആർക്ക്? റസൂലിനെ. ആരോടാണ് സഹാബിമാരുടെ പ്രാർത്ഥന? അള്ളാഹുവോടാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, സഹാബിമാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അവസാനം ജീവിച്ചു മരിച്ച സഹാബി വരെ അതിലാരെങ്കിലും ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരാളോട് നമുക്ക് പ്രാർത്ഥിച്ചതായി, അള്ളാഹിൻ്റെ റസൂലിനോട്, ഒരു സഹാബി പോലും അള്ളാഹിൻ്റെ റസൂലിനോട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹിൻ്റെ റസൂലിനെ ബഹുമാനിക്കാൻ പാടില്ല എന്നാണ്? ഒരിക്കലുമല്ല. കാരണം അല്ലേ, ചില ആളുകൾ പറയും നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റസൂലിനോട് ബഹുമാനമില്ല, നിങ്ങൾ വഹാബികൾ അല്ലേ, നിങ്ങൾ വഹാബികൾ എന്താണ് അള്ളാഹിൻ്റെ റസൂലിനെ ബഹുമാനിക്കാത്ത ആളുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതായി കാണാം. അള്ളാഹിൻ്റെ റസൂലിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്? ഇജാതി പരിപാടി ചെയ്തിട്ടാ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം അത് പ്രാവർത്തികമാക്കിക്കൊണ്ടല്ലേ. വല്ലാഹി സുമ്മത്തല്ലാ, നമ്മൾ ഈ വളർത്തിയിരിക്കുന്ന താടി അതാര് പറഞ്ഞിട്ടാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിലേക്ക് കയറിയത് അതാര് പറഞ്ഞിട്ടാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടാണ്. വല്ലാഹി നമുക്കൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല ഈ പറയുന്ന കാര്യം ചെയ്യാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമുണ്ട്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഹദീസാണ്. ആരാണോ എൻ്റെ മരണശേഷം ജീവിക്കുന്നത് അവരിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, റസൂലിന് ശേഷം വന്ന സഹാബിമാരുടെ മാർഗവും നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അബൂബക്കർ സിദ്ദീഖിൻ്റെ മാർഗം, ഉമറിൻ്റെ മാർഗം, ഉസ്മാൻ്റെ മാർഗം, അലിയുടെ മാർഗം റളിയല്ലാഹു അൻഹും അജ്മഈൻ. മാത്രമല്ല അള്ളു അലൈഹ ബിൻ നവാജിദ്, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും ഹദീസുകൾ പഠിച്ചു, ഇത്രയും ആയത്തുകൾ നമ്മൾ പഠിച്ചു, ഏതെങ്കിലും ഒറ്റ ഒന്ന് ഇത് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതാരെയും തരം താഴ്ത്തി കെട്ടാൻ ഒന്നുമല്ല. നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇതൊരു രാഷ്ട്രീയ സംഘടനയോ മറ്റോ അല്ല. അള്ളാഹുവിൻ്റെ ദീന് ഹക്കാന്ന് വിശ്വസിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല ഈ മസ്ജിദിൽ. അള്ളാഹിൻ്റെ മുമ്പിൽ നാളെ നിൽക്കണമെന്ന് ചിന്തയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല ഈ മസ്ജിദിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പള്ളിയിലേക്ക് വന്നിരിക്കില്ലല്ലോ. നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് കൊടുക്കാനുള്ള മറുപടി? ഏറ്റവും വലിയ തിന്മയല്ലേ ശിർക്ക്? എന്താ ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. നോക്കണം, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇവിടെയുള്ള ആളുകൾ മങ്കൂസ് മൗലിദ്, ഇത് കഴിഞ്ഞ ദർസിൽ എനിക്ക് പേരറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ധാരാളം ആളുകൾ പരിഹസിച്ചു. ഖുറാനിലെ ആയത്തൊന്നല്ലല്ലോ പേരറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഖുറാനിലെ സൂറത്തിൻ്റെ പേരൊന്നല്ലല്ലോ അറിയില്ല എന്ന് പറഞ്ഞത്. ഇങ്ങനെ വളരെ ബഹുമാനത്തിൽ കാണാൻ മങ്കൂസ് മൗലിദ് അത് പറയാണ്ടെന്ന് തന്നെയാണ്. അത്രയല്ലേ ഉള്ളൂ അതിൻ്റെ വില. അതിൽ പറയുന്ന കാര്യം എന്താണ്? ഇർതകബ്തു അലൽ ഖതാ, ഇതാ ഞാൻ തിന്മകളിൽ വീണു പോയിട്ടുണ്ട്. ഗൈറ ഹസ്രിൻ വ അദദ്, ആ തിന്മകൾക്ക് എണ്ണമോ കണക്കോ ഒന്നുമില്ല. എണ്ണമോ കണക്കോ ഒന്നുമില്ല. ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഈ പറഞ്ഞ പാപങ്ങളോടുള്ള, അല്ലെങ്കിൽ ഈ പാപങ്ങളും ആവലാദികളും വേവലാദികളും നമ്മൾ ആരോടാ പറയാ? നമ്മൾ പാപങ്ങൾ പൊറുക്കാൻ ആരോടാ ചോദിക്കുക? അള്ളാഹിനോടല്ലേ.
നോക്കണം. അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയോടാണ് നമുക്ക് ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കാനുള്ളത്. ഇത് ശിർക്കല്ല എങ്കിൽ പിന്നെ എന്താണ് സഹോദരങ്ങളെ ശിർക്ക്? അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്ത് ചെയ്യാണ്? നേരിട്ട് ചോദിക്കുകയാണ് പാപങ്ങൾ പുറത്തു തരാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? നമ്മൾ ഈ ഹദീസ് കേട്ടിട്ട് നമുക്ക് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? വ്യക്തമല്ലേ? വളരെ എളുപ്പമല്ലേ? എന്നിട്ട് എന്താ ചെയ്യുക? ഇതുപോലുള്ള ആളുകളോട് ചോദിക്കാൻ അവർ തെളിവായി പറയുന്ന കാര്യം, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്നില്ലേ, അതുപോലെ നിങ്ങൾ ഇന്ന ആളുകളുടെ അടുത്ത് പോകുന്നില്ലേ? ഇതാണ് അള്ളാഹിനോട് അല്ലാത്തവരോട് ചോദിക്കാനുള്ള തെളിവ്? ഇതാണോ തെളിവ്? ആർക്കാണ് ഇവിടെ തർക്കമുള്ളത്? ജീവിച്ചിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, അതിലെന്തെങ്കിലും തെറ്റുണ്ട് എന്നുള്ളത്? ഏറ്റവും പരിപൂർണ എന്താണ്? ജീവിച്ചിരിക്കുന്ന ആളുകളോടും ചോദിക്കാതിരിക്കൽ തന്നെയാണ് പരിപൂർണത അല്ലേ? ചില സഹാബിമാരെന്ത് ചെയ്യാറില്ല? തൻ്റെ ഒട്ടകപ്പുറത്തുള്ള കയറ് താഴേലേക്ക് വീണാൽ ഒന്ന് എടുത്തു തരുമോ എന്ന് പോലും ആരോട് ചോദിക്കാറില്ല, കൂടെയുള്ള ആളുകളോട് ചോദിക്കാറില്ല. അതാണ് പരിപൂർണത. സ്വന്തമായി ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പരിപൂർണത. ഇനി ചില ആവശ്യങ്ങൾ വരും അല്ലേ? നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം തന്നെ ചികിത്സിക്കുക ചെയ്യേണ്ടത് അല്ല. അതറിയുന്ന ആളെ അടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു ഡോക്ടർ, ഉദാഹരണത്തിനാണ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യാണ്? അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ ടേബിളിൻ്റെ മുന്നിലാണല്ലോ ഇരിക്കുക. അയാളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ പറയുകയാണ് എനിക്ക് ഇന്ന രോഗമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യും? അതിനുള്ള ഗുളികളും സാധനങ്ങളും തരും, നമ്മൾ കുടിക്കും. ഇനി അബ്ദുള്ള എന്ന് പറയുന്ന ഈ ഡോക്ടർ മരണപ്പെട്ട്, അങ്ങനെ നമ്മൾ ആരെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ കവറിങ്ങിൽ പോയിട്ട് എനിക്ക് ജലദോഷമുണ്ട്, എനിക്ക് പനിയുണ്ട്, നമ്മൾ ആരെങ്കിലും ചോദിക്കോ? ആരെങ്കിലും അരിയാഹാരം തിന്നുന്ന ആരെങ്കിലും ചോദിക്കോ? ഇത് പണ്ട് ഇതുപോലെ പ്രശ്നമുണ്ടായി. മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ചു കഴിഞ്ഞാൽ മൊഹീദ്ദീൻ ഷേഖ് കേൾക്കോ ഇല്ലയോ എന്നുള്ളത് വളരെ വലിയ പ്രശ്നമായി. അങ്ങനെ ഈ പ്രശ്നമായ നേരത്തെ എന്ത് ചെയ്യാണ്? ഇത് പോലീസ് കേസായി. പോലീസ് കേസായപ്പോൾ ഈ പോലീസുകാരെന്ത് ചെയ്തു? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്, ഇവർ പറയാണ് മൊയ്തീൻ ഷേഖ് വിളിച്ചാൽ കേൾക്കൂല. നമ്മൾ പറയാണ് മൊയ്തീൻ ഷേഖ് വിളിച്ചാൽ കേൾക്കുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, ഇതിപ്പോൾ വലിയ പ്രശ്നമാണോ? മൊയ്തീനെ വിളിച്ച് ചോദിച്ചാൽ പോരെ, നിങ്ങൾ കേൾക്കോ ഇല്ലയോ? അതല്ല പോലീസുകാരാ, നമ്മളെ മൊയ്തീൻ മരിച്ച ആളാണ്. അപ്പോൾ പോലീസ് അത്ഭുതത്തോടെ ചോദിച്ചു എന്നാണ്, മരിച്ച ആൾ കേൾക്കേ? ആ പോലീസ് ചോദിച്ച ചോദ്യമാണ്, മരിച്ചുപോയ ഒരാൾ കേൾക്കുമോ എന്ന പോലീസുകാരൻ ഒരു സാധാരണക്കാരനാണ്. അയാൾക്കുള്ള ബുദ്ധി പോലും ആർക്കില്ല. നമ്മൾ വലിയ ശംസുൽ ഉലമയാണ്, ഖമറുൽ ഉലമയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ നമുക്കിതാ അൽഹംദുലില്ലാ ഇവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇവിടെയുണ്ട്. ഷെയ്ഖ് റബീ റഹിമഹുല്ല, അടുത്ത കാലത്ത് മരണപ്പെട്ട ഷെയ്ഖ് റബീ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തായൊരു വാക്കുണ്ട്, ബൈനന വ ബൈനകുമുൽ കുതുബ്. നമുക്കും നിങ്ങൾക്കും ഇടയിൽ എന്തുണ്ട്? ഗ്രന്ഥങ്ങൾ ഇവിടെ ലഭ്യമാണ്. വ ബൈനന വ ബൈനകുമുസ് സലഫ്. നമുക്കും നിങ്ങൾക്കും ഇടയിൽ എന്തുണ്ട്? സലഫുകളുണ്ട്. നമ്മളിതാ വെല്ലുവിളിക്കുന്നൊന്നുമല്ല, മാന്യമായി ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു സഹാബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താബിഈ, ഏതെങ്കിലും അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം റസൂലിൻ്റെ ഖബറിങ്കൽ പോയി റസൂലിനോട് ചോദിച്ചേ നമുക്ക് കാണിക്കാൻ സാധിക്കുമോ? ഒരാൾക്കും ഖിയാമത്ത് നാൾ വരെ കാണിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടിതാ സാധാരണക്കാരോട് പറയാനുള്ളതാണ്, ഇത് തമാശക്കളിയല്ല, ഇവിടെ തന്നെ തീരാനുള്ളതല്ല ഇത്. നമ്മളിവിടെ വഴിയാത്രക്കാരാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ഒരു രംഗമുണ്ട്. നമ്മൾ ഓരോ ആളുകളും റബ്ബിൻ്റെ മുമ്പിലെത്തും. ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ. നമുക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു പരിഭാഷകനും ഉണ്ടാവുകയില്ല. ഇന്ന് കാണുന്ന ഈ നേതാക്കളുണ്ടാവില്ല, ഷംസായാലും ഖമറായാലും ഒരാളും ഉണ്ടാവില്ല. ഞാനും എൻ്റെ അമലും നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കലും. ഓരോ ആളുകൾ എന്ത് ചെയ്യുക? ഈ കാര്യം ചിന്തിക്കുക. അതുകൊണ്ടിതാ ഇത്രയും ഹദീസുകളും ആയത്തുകളും കേട്ടിട്ടും ഇനിയും നമ്മുടെ കരങ്ങൾ ഈ പറയുന്ന കോലത്തിലാണ് പോകുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്ത് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്താണത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം എന്താണ്? അവനോടൊപ്പം പങ്കു ചേർക്കുന്നതാണ്. ഇത് ചില്ലറ കാര്യമല്ല. നരകം ശാശ്വതമായി ലഭിക്കുന്ന കാര്യമാണിത്.
എന്താണ് സഹോദരങ്ങളെ നരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഖ്ദാറുഹു 50 അൽഫസന, അതിൽ ഒരു ദിവസം നരകത്തിൽ ഒരു ദിവസം എത്രയാണ് അതിൻ്റെ കണക്ക്? അതിൻ്റെ മിഖ്ദാർ എത്രയാണ്? 50,000 വർഷമാണ്. 50,000 വർഷം. എന്താണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ? നരകത്തിൻ്റെ ഒരു തീ കൊണ്ട് അല്ലെങ്കിൽ നരക അഗ്നി കൊണ്ട് ഒരു ചെരുപ്പ് ധരിപ്പിക്കലാണ്. ആ ചെരുപ്പ് ധരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ തലച്ചോറ് വെന്തുകൊണ്ട് എന്താകും? പുറത്തേക്ക് വരുമെന്നാണ്. ഇതാണ് ഏറ്റവും ചെറിയ ശിക്ഷ. ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണ്. നോക്കൂ സഹോദരങ്ങൾ, എന്താണ് നരകം? എന്തായിരിക്കും നമ്മൾ അതിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ? അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ചിന്തിക്കുക. ഇത് നമുക്ക് സംവാദം നടത്തി ഇന്നയാൾ ജയിച്ചേ, ഇന്നലത്തെ സംവാദത്തിൽ ഇന്നയാൾ ജയിച്ചെന്ന് പറയാനുള്ളതല്ല, അല്ലെങ്കിൽ നാളെ നമ്മൾ ജയിച്ചു എന്ന് പറയാനുള്ളതോ. വല്ലാഹി നമ്മൾ ഓരോ ആളുകളും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്തെന്നാൽ, ഈ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞു വെച്ച ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, അതിന് ശേഷം വന്ന ഖുലഫാ റാഷിദീങ്ങളുടെ മാർഗം പിൻപറ്റണം എന്നാണ് പറഞ്ഞത്. പണ്ട് മുതലേ ഖുർആനും സുന്നത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഓരോ ആളുകൾ തോന്നിയതുപോലെ എന്ത് ചെയ്യാണ്? വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെയാണ് മുൻഗാമികൾ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക സഹോദരങ്ങൾ, എന്ത് തടസ്സമാണ് നമുക്ക് റബ്ബിനോട് ചോദിക്കാനുള്ളത്? ഇത്രയും ആയത്തും ഹദീസുകളും നമുക്ക് വ്യക്തമാണ്. പിന്നെ ഇനി എന്തിനാണ് നമുക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണുള്ളത്? എന്തിൻ്റെ ആവശ്യമാണുള്ളത്? ആലോചിച്ച് നോക്കും. നമുക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഖബറിലുള്ള ആളുകൾക്ക് ഇതിന് ഏതെങ്കിലും ഒന്നിന് സാധിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവർക്ക് സാധിക്കുന്നുണ്ടോ? ഒരു കാര്യത്തിന് പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് ആളുകൾ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം, ആളുകളോട് ചോദിക്കണം, എന്താണ് ഉസ്താദ് ഇതിനുള്ള തെളിവ്? നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിനുള്ള തെളിവ് എന്താണ്? ഇത്രയും സഹാബിമാർ, ഇത്രയും താബിഈങ്ങൾ, ഇത്രയും അത്ബാഉ താബിഈങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഇവരാരും ചെയ്യാത്ത ഈ കാര്യത്തിന് എന്താണ് തെളിവ് എന്ന് നമ്മൾ ഓരോ ആളുകളും ചോദിക്കണം. കാരണം ഇത് നമ്മൾ ആഖിറം അത് തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ്, ചെറിയ വിഷയമല്ല. ഞാൻ ഗൗരവത്തിൽ പറയാനുള്ള കാര്യം, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരാനുള്ളത് എന്താണ്? ഒരു ബിദ്അത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് പറഞ്ഞ് പല ഹറാമിയത്തും കലർന്നുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇനി വരാനുള്ളത്. എന്താണ് അതിൻ്റെ അവസ്ഥ? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം ജീവിച്ച പല സഹാബിമാരുമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു സഹാബി നബിദിനം കൊണ്ടാടിയതായി നമുക്ക് കാണാൻ സാധിക്കുമോ? അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടതിന് ശേഷം 40 വർഷം ആര് ജീവിച്ചിട്ടുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുണ്ട്. ആരാണ് റസൂലെ ജനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ആരാണ്? ആയിഷ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടിയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ 40 വർഷം എന്ത് ചെയ്തിട്ടില്ല? ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് സ്നേഹമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആയിഷ റളിയല്ലാഹു അൻഹയോട് കൂട്ടിക്കെട്ടിയാൽ മതി. കാരണം ഉമ്മുൽ മുഅ്മിനീനാണ് ആയിഷ, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയിലേക്ക് നമ്മളെ കൂട്ടിക്കെട്ടിയാൽ മതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മൾ ഈ നീട്ടി വളർത്തിയ താടി, നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രം, ഇത് റസൂൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതാ ഉസ്താദെ, ഇതാണ് തെളിവ്, നബിദിനം ആഘോഷിക്കാനുള്ള തെളിവ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകളും മുൻപന്തിയിലുണ്ടാകും ഇതാഘോഷിക്കാൻ. നമുക്കൊരു പ്രയാസവും ഇല്ല. ഈ നീട്ടി വളർത്തിയ താടി ചില ആളുകൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയുന്ന ചില സഹോദരന്മാർ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹിൻ്റെ ദീൻ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ പല ആളുകളും ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും ത്യാഗം സഹിച്ച് ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം നൽകട്ടെ. അങ്ങനെയുള്ള ത്യാഗം സഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ആഘോഷിക്കാൻ എന്ത് മടിയാണുള്ളത്, എന്ത് പ്രയാസമാണുള്ളത്? അതുകൊണ്ട് ചോദിക്കുന്നത് ഇത് മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം അത് കൊണ്ടാടിയ സഹാബിമാർ അവരെങ്ങനെ ആഘോഷിച്ചു? സുബഹി നിസ്കാരത്തിന് ശേഷം നബിദിനത്തിൻ്റെ അന്ന് എന്താണ് നമ്മൾ ധരിക്കേണ്ട വസ്ത്രം? പുതിയതാണോ പഴയതാണോ? പറഞ്ഞു തരണം. അതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ ഒരു വഴിയിലൂടെയാണോ തിരിച്ചു വരുമ്പോൾ വേറൊരു വഴിയിലൂടെയാണോ വരേണ്ടത് എന്ന് പറഞ്ഞു തരണം. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിദിനത്തിൻ്റെ അന്ന് പ്രസംഗിച്ച പ്രസംഗം ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരണം. കാരണം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ ഇത്. അതുപോലെ തന്നെ അന്ന് നമ്മൾ
ആടിനെ അറുത്തുകൊണ്ടാണോ ഭക്ഷണം പാകം ചെയ്യേണ്ടത്, അതല്ല പൊതുവേ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ കൊടുക്കേണ്ടത്? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? തെളിവുകൾ നിരത്തി നമുക്ക് പറഞ്ഞു കഴിഞ്ഞ് തന്നാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ അടുത്ത ആഴ്ച എന്ത് ചെയ്യും? ഈ പള്ളി അലങ്കരിക്കാം. നമുക്കെന്തെങ്കിലും ചിലവുണ്ടോ? ഇല്ല. ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയണം, വല്ലാഹി സുമ്മ തല്ലാഹി ഇലാ ഖിയാമിസ്സാഅ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഇതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിഷ്പക്ഷരായ ആളുകളോട് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയട്ടെ, ഇത് നമുക്ക് ജയിക്കാനുള്ള ഒരു കാര്യമായി പറയുന്നതല്ല, വല്ലാഹി അല്ല. നാളെ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? റബ്ബിൻ്റെ മുമ്പിലെത്തും. അന്നെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൽ, യഥാർത്ഥ ദീനിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല ഷർറുമുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.